പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ നാട്ടിലെല്ലാം നല്ല മഴയായി. മഴ തോരാൻ കാത്തു നിന്നിട്ട് ഒരു രക്ഷയില്ല, ഫുള്ള് മഴയാണ്. അങ്ങനെ ഞാൻ സൈക്കിൾ എടുത്തുകൊണ്ട് ഇറങ്ങി. നമ്മളെ വീടിൻ്റെ തൊട്ടപ്പുറത്ത്, അതായത് നമ്മളെ വീടിൻ്റെ 3 കിലോമീറ്റർ അപ്പുറത്ത് മഴ എത്തിയിട്ടില്ല എന്നാണ് 2 ദിവസമായിട്ടുള്ള എൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ച് പറഞ്ഞത്. അപ്പോൾ അവിടെ പോയാലും മഴ കാണാൻ ചാൻസ് ഇല്ല. അപ്പോൾ ഇവിടെ മഴ നനഞ്ഞിട്ട് അവിടെ പോയി വെയിലത്ത് ചവിട്ടുക എന്ന ലക്ഷ്യമായിട്ടാണ് ഞാൻ ഇറങ്ങിയിട്ടുള്ളത്. നല്ല കിടിലം മഴയാണ്. ഇത്രയും കാലം ചൂടത്ത് ചവിട്ടി ഡീഹൈഡ്രേറ്റായി പണ്ടാരടങ്ങി. ഇപ്പോൾ മഴയത്ത് ചവിട്ടുമ്പോൾ അത് ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ട്. അടിപൊളിയാണ്. MTB എടുത്തുകൊണ്ടാണ് ഇറങ്ങിയത്. റോഡൊക്കെ എടുത്തുകൊണ്ട് ഇറങ്ങിയാൽ പണി കിട്ടും. അപ്പോൾ നമ്മളിവിടെയൊക്കെ നല്ല അടിപൊളി മഴ പെയ്തു. അങ്ങനെ എന്നാലും ഇപ്പോഴും കേരളത്തിൽ എല്ലാ സ്ഥലത്തും മഴ കിട്ടിയിട്ടില്ല. ഇത് ആറ്റിങ്ങൽ ബൈപ്പാസാണ്. ഇവിടെയൊക്കെ കണ്ടോ, ഇവിടെയൊക്കെ വെള്ളം കെട്ടി. എന്നാലും നമ്മളെ വീട്ടിൻ്റെ തൊട്ടപ്പുറത്ത് 3 കിലോമീറ്റർ അപ്പുറത്ത് മഴയില്ലെന്ന് അറിഞ്ഞപ്പോൾ എനിക്കൊരു കൗതുകം. അവിടെ ഒന്ന് പോയി നോക്കാം എന്നും പറഞ്ഞാണ് ഇറങ്ങിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നോക്കാം, അവിടെ പോയിട്ട് കാണാം. ഞാൻ ആ പറഞ്ഞ സ്ഥലത്തിൽ മണനാക്കിൽ എത്താറായി. അവിടെയാണ് മഴയില്ലെന്ന് ഫ്രണ്ട് പറഞ്ഞത്. പക്ഷേ ഇവിടെ തൊട്ടടുത്ത് വരെ മഴയുണ്ട്. എന്തായാലും ആ ജംഗ്ഷനിൽ ഇനി മഴയില്ലേന്ന് പോയി നോക്കാം. ഓക്കെ, അപ്പോൾ കേരളത്തിലെ റൈഡേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു ദുഃഖകരമായ വാർത്ത, റൈഡേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു ദുഃഖകരമായ വാർത്ത എല്ലാവരും അറിഞ്ഞു കാണുമല്ലോ. നമ്മുടെ എല്ലാമായിരുന്ന കേരളത്തിൽ സൈക്ലിങ്ങിനെ ഇത്രയധികം പ്രൊമോട്ട് ചെയ്ത നമ്മുടെ വിഷ്ണു, സൈക്ലോപീഡിയയിലെ വിഷ്ണു ഇവിടുത്തെ റൈഡെല്ലാം മതിയാക്കി ഇനി കാനഡയിലോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ നമുക്കെല്ലാം അതൊരു കേരളത്തിലെ റൈഡേഴ്സിന് അതൊരു അടിയാണ്. പക്ഷേ വിഷ്ണുവിനെ സംബന്ധിച്ചിടത്തോളം പുള്ളിക്കാരൻ്റെ കരിയർ ഒന്നുകൂടെ ഒന്ന് ഡെവലപ്പ് ചെയ്ത് മെച്ചപ്പെടുത്തി നല്ലൊരു ഭാവിക്ക് വേണ്ടിയാണ് പുള്ളി പോയത്. അപ്പോൾ എന്തായാലും വിഷ്ണുവിന് ഓൾ ദി ബെസ്റ്റ്. പക്ഷേ നമുക്ക് നല്ലൊരു മോട്ടിവേറ്ററെയാണ് നഷ്ടപ്പെട്ടത്. ഞാൻ പറഞ്ഞു വിട്ടിട്ടുണ്ട്, അവിടെ ചെന്ന് റൈഡ് സ്റ്റാർട്ട് ചെയ്യണം. അവിടെ കുറേ മല്ലൂസ് ഇവിടെ നിന്ന് പോയിട്ടുണ്ട്. അപ്പോൾ അവിടെ ചെന്ന് അവിടെ ഉള്ള എല്ലാ രാജ്യത്തിലെ ആൾക്കാരെയും വെച്ച് സൈക്ലോപീഡിയ പൂർണ്ണമായി ശക്തമായി അവിടെ റൈഡ് സ്റ്റാർട്ട് ചെയ്ത് തിരിച്ചു വരണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. നോക്കാം നടക്കുമോ ഇല്ലയെന്ന്. അപ്പോൾ നമ്മൾ മണനാക്കിലെത്തിയിട്ടുണ്ട്. ഇവിടെ മഴ ഇല്ല എന്ന് പറഞ്ഞത് ശരിയല്ല, ഇവിടെ മഴയുണ്ട്. പക്ഷേ നമ്മളവിടുത്തെ അത്ര ശക്തമാണോ എന്ന് ചോദിച്ചാൽ അല്ല. എന്നാലും അത്യാവശ്യം നല്ല മഴയുണ്ട്. മഴ പെയ്തുകൊണ്ട് നിൽക്കുവാണ്. എന്നാലും കിണറൊന്നും നിറയാൻ തക്ക മഴയില്ല, അത് സത്യമാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും ഇവിടെ മഴ ഉണ്ട്. അപ്പം ഞാൻ ഫ്രണ്ടിനെ വിളിച്ചിട്ടൊന്ന് പറയാം, ഞാൻ മണനാക്ക് വരെ വന്നിട്ടുണ്ട്, ഇവിടെ മഴ ഉണ്ടല്ലോ എന്ന് ചോദിക്കാം. എന്ത് പറയുമെന്നറിയാം. ഓക്കെ, അപ്പോൾ ആ ജംഗ്ഷൻ വരെ എന്തായാലും ഇതുവരെ വന്നില്ലേ, ജംഗ്ഷൻ വരെ വന്നിട്ട് തിരിച്ചു പോവാം. ഓക്കെ, എൻ്റെ വീട് ഇവിടെയാണ് മഴയില്ലെന്ന് പറഞ്ഞാൽ കണ്ടോ, കുടയൊക്കെ പിടിച്ചാണ് ആൾക്കാർ നിൽക്കുന്നത്. റോഡിലൊക്കെ വെള്ളമുണ്ട്. കാക്കകളൊക്കെ പറന്ന് കളിക്കുന്നു. എന്തോ സംഭവിച്ചിട്ടുണ്ട്. ൊന്നും ഇല്ലായിരുന്നു. ജസ്റ്റ് ഒരു 12 കിലോമീറ്റർ ആവുന്നുള്ളൂ. വീടെത്തുമ്പോഴത്തേക്കും ഒരു 12 കിലോമീറ്ററൊക്കെ ആവും. ഓക്കെ, അപ്പോൾ എനിക്ക് ഡൗൺ ഹിൽ എടുക്കാൻ പറ്റിയില്ല, കാരണം പണിയൊന്നു. ഇത് നമുക്ക് എടുത്ത് കയ്യിൽ വെച്ചിരുന്നാൽ ഗോ ടു പ്രോ കയ്യിൽ വെച്ചിരുന്നാൽ അരമണിക്കൂർ കൊണ്ട് എൻ്റെ ചാർജ് തീരും കേട്ടോ. പിന്നെ അത് വർക്കാവത്തില്ല. ഇപ്പോൾ വർക്കാവുന്ന കൈസ് എൻ്റെ ഡൗൺ ഹില്ല് മിസ്സായി കണ്ടോ. ഇതാണ് നമ്മുടെ അമ്പലം. ചാർജ് തീർന്നു. ഇത്ര അരമണിക്കൂറേ നിൽക്കും. അരമണിക്കൂർ നമുക്ക് ഷൂട്ട് ചെയ്യാം. അരമണിക്കൂർ കൂടുതൽ നമ്മൾ എടുത്ത് കയ്യിൽ വെച്ചിരിക്കരുത്. നമ്മളതിൻ്റെ കേസിൽ വെച്ച് ഗോ ടു പ്രോയുടെ കേസിൽ വെച്ചിരുന്ന അരമണിക്കൂർ നമുക്ക് ഷൂട്ട് ചെയ്യാം. കേസ് വെച്ചിരുന്നാൽ കുറച്ചുകൂടെ നമുക്ക് കിട്ടും. അല്ലെങ്കിൽ അരമണിക്കൂർ കഴിയുമ്പോൾ തീരും. ഇതാണ് നമ്മുടെ അമ്പലം. അമ്പലക്കുളമാണ്. അമ്പലത്തിൻ്റെ ചുറ്റും, കുളത്തിൻ്റെ ചുറ്റും ലൈറ്റുകളൊക്കെ ഇട്ടിട്ടുണ്ട്. അടിപൊളി വ്യൂ ആണ്. ഇവിടെ ഇന്ന് രാത്രി അഗ്നിക്കാവടിയുണ്ട്. ഞാൻ ചിലപ്പോൾ വരും, ചിലപ്പോൾ വരത്തില്ല. നമ്മൾ പണ്ട് ക്രിക്കറ്റ് കളിക്കുന്ന വയലായിരുന്നു. വയലിൻ്റെ കരയിലാണ് നമ്മുടെ ഈ അമ്പലം ഉള്ളത്.
ഇനി ഇതാണ് നമ്മൾ ആറ്റിങ്ങൽ ബൈപ്പാസ്. ഇതുവഴി ബൈപ്പാസ് ഒക്കെ ഓക്കെ ആവുമ്പോൾ എല്ലാവരും ഈ അമ്പലം കുറച്ചുകൂടെ അറിയും, കുറച്ചുകൂടെ വിസിബിലിറ്റി കിട്ടും അമ്പലത്തിന്. കുളത്തിന്റെ ചുറ്റും ലൈറ്റിംഗ് ആണ്. ഇതിപ്പോ ഈ വിഷ്വലി കാണുന്ന കണക്കല്ല, ഇത് മഴയുണ്ട്, കുറച്ച് ബ്ലറായിട്ടൊക്കെ കാണും. അടിപൊളി ഒരു വാട്ടർ ഡാൻസ് ആണ്. ഇപ്പൊ കാണികളില്ലാത്തതുകൊണ്ട് പാട്ടൊന്നും ഇട്ടിട്ടില്ല. വലിയ റൈഡ് വിശേഷങ്ങളായിട്ട് കാണുന്നവരെ ബൈ ബൈ.